വെൽക്കം ടു ഐനൂസ് ടേസ്റ്റി കോർണർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരമൽ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇനി പായസം തയ്യാറാക്കാനായിട്ട് 200 ഗ്രാം സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് പായസത്തിലേക്ക് ആവശ്യമുള്ള കാഷ്യൂനട്ട് ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് ചൂടായി വരുമ്പോഴേക്ക് കാഷ്യൂനട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. പിന്നെ ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബാലൻസ് വന്ന നെയ്യിൽ തന്നെ നമുക്ക് സേമിയ വറുത്തെടുക്കാം. ഇനിയും സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രം വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നമുക്ക് ക്യാരമൽ ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയിൽ നമുക്ക് വെള്ളമൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചൂട് കൊണ്ട് തന്നെ മെൽറ്റായിട്ട് വന്നോളൂ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഇത് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ പതഞ്ഞു പൊങ്ങി വരുന്ന പരുവത്തിൽ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയും വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1.5 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു 10 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശേഷം ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സേമിയ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എട്ട് മിനിറ്റ് ആയപ്പോഴേക്ക് സേമിയ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ചേർത്ത് ഒന്നും കൂടി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പായസം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മധുരത്തിനാവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം.
ഇനി മിൽക്ക് മെയ്ഡും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട് ഉണക്കമുന്തിരിയും പിന്നെ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.